നമസ്കാരം. സീറോ മലബാർ സഭയ്ക്ക് പുതിയ അധ്യക്ഷനെ ലഭിച്ചു. കഴിഞ്ഞ 1-2 ആഴ്ചയായി അദ്ദേഹം ലളിത ജീവിതത്തിന്റെ വഴികളിലൂടെ സീറോ മലബാർ സഭയെ സംഘർഷത്തിന്റെ പാതയിൽ നിന്നും രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് പല സ്വീകരണങ്ങളും ലഭിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ലൂർദ് പള്ളിയിൽ വെച്ച് മാർ റാഫേൽ തട്ടിലിന് ഒരു സ്വീകരണം കൊടുത്തു. ആ സ്വീകരണത്തിൽ വഹിച്ചത് നിർഭാഗ്യവശാൽ കേരളത്തിന്റെ ജനവിരുദ്ധനായ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. മെത്രാന്മാരെ നികൃഷ്ടജീവി എന്നൊക്കെ വിളിക്കുന്നയാളെ എന്തിന് ഉദ്ഘാടനത്തിന് വിളിച്ചു എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം ചിലത് പറയാനുള്ളത് കൊണ്ടാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചങ്ങനാശ്ശേരി രൂപതാധ്യക്ഷനായ മാർ ജോസഫ് പെരുന്തോട്ടം പ്രസംഗത്തിൽ ചിലത് പറയുകയുണ്ടായി. അധികാര സ്ഥാനത്തിരിക്കുന്നവരെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന മതമേലധ്യക്ഷന്മാരെയാണ് പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ ഇപ്പോൾ അതിന് മാറ്റം വരുന്നു. പറയാനുള്ളത് മുഖത്തു നോക്കി പറയാൻ ഇവരിൽ പലരും പരിശ്രമിക്കുന്നു. അത്തരമൊരു ചോദ്യം ചെയ്യലായിരുന്നു മാർ പെരുന്തോട്ടം നടത്തിയത്. കേരളത്തിലെ സീറോ മലബാർ സഭ ചെറുതായിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസികൾ കൂട്ടത്തോടെ നാടുവിടുന്നു. ഈ നാട്ടിൽ ഒട്ടും സുരക്ഷിതമല്ല, ഈ നാട്ടിൽ ജീവിക്കുന്നത് കൊണ്ട് പ്രതീക്ഷിക്കാനൊന്നുമില്ല എന്ന് തലമുറയ്ക്ക് തോന്നുന്നതുകൊണ്ട് അവർ പതിയെ പതിയെ നാട് വിടുന്നു. അതിന് ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്നത് ഞങ്ങളുടെ സഭയാണ് എന്നാണ് മാർ പെരുന്തോട്ടം പറഞ്ഞത്. അതിനൊരു മാറ്റമുണ്ടാവണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. സീറോ മലബാർ സഭ വിശ്വാസികൾ ഇന്ന് ലോകമെങ്ങുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു വേദനയും ആശങ്കയുമുണ്ട്. ഈ സഭയുടെ ഈറ്റില്ലമായ കേരളത്തിൽ ഞങ്ങൾ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹമായി മാറുന്നു. ഈ മനോഹര ദൈവത്തിന്റെ ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇന്ന് പലരുടെയും മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ്. അതിനാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരു മനോഭാവം ഞങ്ങളുടെ സഭയുടെ മാത്രം കാര്യമല്ല, ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകണം. ഈ നാട്ടിൽ ജീവിക്കാനും ജീവിച്ച് വിജയിക്കാനും അന്തസ്സായ ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഭരണ കൈകാര്യം ചെയ്യുന്ന സർക്കാരിനും അത് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. വളരെ അസ്വാരസ്യത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് കേട്ടത്. നേരത്തെ ആരോ എഴുതി കൊടുത്ത പ്രസംഗം വായിക്കാൻ ഒരുങ്ങിയാണ് പിണറായി എത്തിയത്. പൗരസ്ത്യ സിറിയൻ സഭകളുടെ പാരമ്പര്യമൊക്കെ പറഞ്ഞ് ഒരു പിശകുമില്ലാതെ മാർ റാഫേലിനെ അഭിനന്ദിച്ചു തുടങ്ങിയ പ്രസംഗം നേരെ മാർ പെരുന്തോട്ടത്തിനുള്ള മറുപടിയിലേക്ക് മാറി. പിണറായി വിജയന്റെ ഭരണകാലത്തെ കുട്ടികൾക്ക് ഒരു വിശ്വാസമില്ലാത്തത് കൊണ്ട് നാട് വിടുകയാണ് എന്ന ആരോപണം ഉയർത്തിക്കാട്ടി പിണറായിയെ വെല്ലുവിളിച്ചതായി പിണറായിക്ക് തോന്നിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതുകൊണ്ടാണ് പിണറായി അതിനെ ഒരു വിശദീകരണവുമായി എത്തിയത്. നാടിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ എന്തോ ആളുകളെല്ലാം പുറത്തേക്ക് വല്ലാതെ ഒഴുകിപ്പോകുന്നു, അതിൽ വല്ലാതെ ഉത്കണ്ഠപ്പെടേണ്ടതുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങളിവിടെ അവതരിപ്പിച്ചത്. നമ്മുടെ ലോകം ഇന്ന് വലിയ തോതിൽ മാറ്റത്തിന് വിധേയമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കുഞ്ഞുനാളിലുള്ളതുപോലെയല്ല ഇന്നത്തെ കുഞ്ഞുങ്ങൾ വളരുന്നത്. ആ കുഞ്ഞിൻ്റെ ഉള്ളം കയ്യിൽ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ വിവരവുമുണ്ട്. ആ കുട്ടി വളരുന്നത് ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ്. പഠിച്ചു വളരുമ്പോൾ ആ കുട്ടിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, അവിടെയുള്ള ഇന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കണം എന്ന ചിന്ത വരെ വരികയാണ്. അതിൻ്റേതായ സമ്മർദ്ദം ആ കുട്ടിയിൽ നിന്നും കുടുംബത്തിൽ വലിയ തോതിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ രക്ഷിതാക്കളും അതിൻ്റെ ഭാഗമായി കൂടുന്ന അവസ്ഥയുണ്ടാവുകയാണ്. ഈ അവസ്ഥ നാം കാണാതിരിക്കരുത്. ഇത് ഒരു പ്രതിഭാസമാണ്. അവിടെയും നിർത്തിയില്ല പിണറായിയുടെ ഗീർവാണം. കോവിഡ് കാലത്ത് അമേരിക്കയിൽ നിന്നും ജീവൻ പേടിച്ച് കൂട്ടത്തോടെ അവിടെയുള്ളവരെല്ലാം ഇങ്ങോട്ട് വന്നു എന്ന ഗീർവാണം മുഴക്കി. വാസ്തവത്തിൽ ഇവിടെ മുഴുവൻ നുണയായിരുന്നെന്നും തള്ളായിരുന്നെന്നും അവരുടേതായിരുന്നു ശരിയായ രീതിയെന്നും ലോകം തിരിച്ചറിഞ്ഞതാണ്. അതിപ്പോഴും തിരിച്ചറിയാത്തത് പിണറായി തന്നെ
എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ പ്രസംഗം. ഇതിനേക്കാളുമെല്ലാം വലിയ സുഖസൗകര്യങ്ങളുള്ള മെച്ചപ്പെട്ട അവസ്ഥയുള്ള പല രാഷ്ട്രങ്ങൾ ലോകത്തുണ്ടല്ലോ. അതിലേറ്റവും മികച്ച സൗകര്യങ്ങളുടെ രാഷ്ട്രത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. രാഷ്ട്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അത്തരമൊരു രാഷ്ട്രം എല്ലാവരും മനസ്സിൽ കണ്ടുകൂടി. അവിടെ ജീവിക്കുന്ന മലയാളി, ആ മലയാളി ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തിയാൽ മതി എന്ന് ആഗ്രഹിച്ചു. എന്തായിരുന്നു അത്? വളരെ മുൻപല്ലാലോ, കോവിഡിൻ്റെ ഘട്ടത്തിൽ. എന്തേ അങ്ങനെ ചിന്തിക്കാൻ കാരണം? കോവിഡിൻ്റെ ഘട്ടത്തിൽ അവിടെ വെന്റിലേറ്ററിൽ ഒഴിവില്ലായിരുന്നു. അപ്പോൾ ആ ഒഴിവില്ലാത്ത വെന്റിലേറ്ററുകളിലേക്ക് പ്രവേശിപ്പിക്കാൻ ആളുകളെ കൊണ്ടുപോകുമ്പോൾ ആ പുതിയ ആളെ അവിടെ പ്രവേശിപ്പിക്കണമെങ്കിൽ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുടെ കണക്ഷൻ വിച്ഛേദിക്കണം. വിച്ഛേദിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഡോക്ടറും സാധാരണഗതിയിൽ അതിന് തയ്യാറാകില്ല. വിറക്കുന്ന കൈകളോടെ അത് ചെയ്യേണ്ടി വന്നു ആ ഡോക്ടർക്ക്. കാരണം 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത്തരം ആളുകൾക്ക് മുൻഗണന വേണ്ട എന്നവിടെ തീരുമാനിച്ചു. ഇത് നമ്മുടെ കൺമുന്നിലുണ്ടായ യാഥാർത്ഥ്യമാണ്. ആ ഘട്ടത്തിലെല്ലാം നമ്മുടെ നാട്ടിലേക്കാണ് അവര് ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെട്ടത്. അവിടെ ശിഷ്ടകാലം അവിടെ കഴിയാമെന്ന് വിചാരിച്ചവരായിരുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്നാണ് അവർ ചിന്തിച്ചത്. ഇവിടെ എന്തായിരുന്നു അവസ്ഥ? കോവിഡിന്റെ മൂർധന്യ ദശയിൽ പോലും കോവിഡിന് നമ്മൾ ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കി. എല്ലാ ഘട്ടത്തിലും ആവശ്യമായത്ര ബെഡുകൾ നമുക്ക് ഒഴിവുണ്ടായിരുന്നു. അവിടെ അവസാനിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ പിണറായിയെ പോലൊരു നേതാവിനെ ഇത്തരം ഒരു പ്രകോപനത്തിന് ഭീഷണിയുടെയും മുന്നറിയിപ്പിന്റെയും വാക്കുപയോഗിക്കാതെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ചെറുതായൊരു ഭീഷണിപ്പെടുത്തലോടുകൂടി പ്രസംഗം അവസാനിക്കുന്നു. സീറോ മലബാർ സഭയ്ക്ക് ഒരു പരാതിയും സാധാരണഗതിയിൽ ഈ സർക്കാരിനെ കുറിച്ച് ഉണ്ടാകില്ല. മറ്റു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഓർത്താൽ മതി, വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായ ഘട്ടത്തിൽ എത്ര നിഷ്പക്ഷമായും കാര്യക്ഷമമായുമാണ് സർക്കാർ ഇടപെട്ടത് എന്ന്. അല്ലെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്നുള്ളത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണ്. അത് നിഷ്പക്ഷമായി നടത്താനുള്ള ത്രാണി ഈ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായി എന്നതും നമ്മളാരും മറക്കേണ്ടതില്ല. അതൊന്നും ഒരു ഭംഗിവാക്കോ പൊങ്ങച്ചം പറച്ചിലോ അല്ല. സീറോ മലബാർ സഭയ്ക്ക് ഒരു പരാതിയും ഇല്ല എന്ന് അവരുടെ മുമ്പിൽ വെച്ച് പിണറായി വിജയൻ പറയുക. സഭയ്ക്ക് പ്രശ്നമുണ്ടായപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പരിഹരിക്കേണ്ടത് എന്ന്. ഇത് വാസ്തവത്തിൽ പിണറായിയുടെ ഭീഷണിയായിരുന്നു, മുന്നറിയിപ്പായിരുന്നു. ഭൂമി തട്ടിപ്പ് കേസിൽ നിങ്ങളുടെ സഭാതലവനെ ഞാൻ സംരക്ഷിച്ചില്ലേ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നു എന്ന വെല്ലുവിളി കലർന്ന മറുചോദ്യം. കൃത്യമായ ഭീഷണിയുടെ സ്വരമായിരുന്നു. ഞാൻ സംരക്ഷിച്ചതുകൊണ്ടാണ് ഒരു കുഴപ്പമില്ലാതെ പോയത്, അതുകൊണ്ട് സീറോ മലബാർ സഭയ്ക്ക് പരാതിയില്ല, പരാതിപ്പെടേണ്ട എന്നുള്ള മുന്നറിയിപ്പ്. നിങ്ങൾ പരാതിപ്പെട്ടാൽ, നിങ്ങൾ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയാൽ നിങ്ങളുടെ സഭാ തലവനെ അല്ലെങ്കിൽ നിങ്ങളുടെ സഭാ സംവിധാനത്തെ തച്ചുടയ്ക്കാൻ എനിക്ക് കഴിയും എന്ന മുന്നറിയിപ്പ്. പിണറായിക്ക് കലിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് മെത്രാൻ എന്തായാലും പിടികിട്ടിയെന്ന് തീർച്ച. അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ ഒരു നിശബ്ദതയായിരുന്നു. അതിനുശേഷം VD സതീശന്റെ ഊഴമായിരുന്നു. സതീശനും അത് മുതലെടുത്തു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വളരെ ഒരു ഉത്കണ്ഠ പങ്കുവച്ചു. എന്തിനെ കുറിച്ചാ? ബ്രെയിൻ ഡ്രെയിനിനെ കുറിച്ച്. നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ ഒഴുകിപ്പോവുകയാണ്. പഠിക്കാൻ പണ്ടും പോയിരുന്നു. ശ്രീ ശശി തരൂരൊക്കെ വിദേശത്ത് പോയി പഠിച്ച ആളാണ്. ആഗ്രഹമുള്ളവർക്കെല്ലാം പോകാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പോക്ക് അതാണോ? അതിനെ അത്ര ലാഘവത്വത്തോടുകൂടി കാണാൻ പറ്റുമോ? എല്ലാവരും പോവാം, കുട്ടികളെല്ലാവരും പോവാം, ആയിരക്കണക്കിന് കുട്ടികൾ പോവാം. അവിടെ പോയി ഏത് ഉന്നത വിദ്യാഭ്യാസമാണ് നടത്തുന്നതെന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. 35-40 ലക്ഷം രൂപ പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഗൾഫിൽ പോകുന്ന പോലെ അല്ല. ഈ യൂറോപ്പിലൊന്നും പോയ പൈസ ഇങ്ങോട്ട് അയക്കില്ല. അവിടെ ചെന്ന് രക്ഷപ്പെട്ടാൽ ഒരു വീടൊക്കെ എടുത്ത് ഡെറ്റ് ട്രാപ്പിലാവുകയാണ്. പിന്നെ ജീവിതകാലം അവിടെ ഒരുപാട് വെൽഫെയർ സ്കീംസ് എല്ലാം ഉള്ളതുകൊണ്ട് അവരവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. കേരളത്തിന്റെ ക്രീം ഇങ്ങനെ പോയാൽ എന്തായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? പ്രായമായവരുടെ നാടായി കേരളം മാറുമോ? ഒരു ഉത്കണ്ഠയുണ്ട്. ആ ഉത്കണ്ഠയ്ക്ക് മറുപടി കൊടുക്കേണ്ടത് ഞങ്ങളെല്ലാവരും ചേർന്നാണ്. ഭരണകൂടവും അതിന്റെ ഭാഗമായ ഞങ്ങൾക്കെല്ലാം അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. തുറന്നു പറയാൻ ആർജവം കാട്ടിയ മാർ പെരുന്തോട്ടത്തെ അഭിനന്ദിച്ച് യഥാർത്ഥത്തിൽ ഈ നാടിന്റെ അവസ്ഥ ഇത്ര ഭയാനകമാണെന്ന് സതീശൻ പറയുന്നു. ഈ നാട്ടിൽ പിണറായി പറഞ്ഞതുപോലെയുള്ള ഒരു പോക്കല്ല
നേരെ മറിച്ച് ഇവിടെ നിവൃത്തിയില്ലാത്തത് കൊണ്ട്, അംഗീകാരമില്ലാത്തത് കൊണ്ട് ജീവൻ രക്ഷിക്കാൻ പോകുന്നതാണ് എന്ന് സതീശൻ തുറന്നു പറയുന്നു. എന്തായാലും പിണറായിയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ചങ്ങനാശ്ശേരി രൂപതാധ്യക്ഷൻ മാർ പെരുന്തോട്ടത്തിന് ബോധ്യമായി കാണും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഔദാര്യം കൈപ്പറ്റി മുമ്പോട്ട് പോയാൽ നല്ലത്, അല്ലെങ്കിൽ പണി തരാൻ ഞങ്ങൾക്കറിയാം എന്ന ഭീഷണിയുടെ മുമ്പിൽ സീറോ മലബാർ സഭയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്നായിരിക്കും ഈ സ്വീകരണ ചടങ്ങ് ചരിത്രത്തിൽ അവശേഷിപ്പിക്കുന്ന അടയാളപ്പെടുത്തൽ.